Hi all, good evening and welcome back. അപ്പോൾ സ്റ്റാറ്റി എന്തിനാണ് സൈക്കോളജിയിലെ സ്റ്റാറ്റി പഠിക്കുന്നതെന്ന് വിശദമായിട്ട് നമ്മൾ എത്തിക്കുകയും ഇന്ന് നമ്മൾ മീനിങ് ആണ്. അതായത് ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് വലിയ ടോപ്പിക്കാണ്. അതിന് ഡെഫിനിഷൻ വരുന്നുണ്ട്, നേച്ചർ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കവർ ചെയ്യാൻ വേണ്ടി. ആൻഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നാലും ഡെഫിനിഷൻ ആവശ്യമാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നുള്ള ഡെഫിനിഷൻ ആവശ്യമാണ്. സോ ലെറ്റ്സ് സീ. Before we go to develop better understanding of any subject area, we need to be clear about its basics. ഏത് സബ്ജക്റ്റ് പറ്റി ഡെപ്തിൽ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം? ബേസിക്സ് അറിഞ്ഞിരിക്കണം. Keeping this in mind, in the present section of this unit, we will try to focus on the meaning of statistics and we'll start with the defining and explaining the term statistics. അപ്പൊ ഡെഫിനിഷൻ ആണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. Definition and nature of statistic. What comes to your mind when the term statistic is mentioned? Stat എന്ന് പറയുന്നത് എന്നെ കുറിച്ച് മാത്സ്. കാരണം നമ്മളുടെ ഉള്ളില് സയൻസ് എടുത്താൽ പിന്നെ മാത്സ് ആയി, സൈക്കോളജി എടുത്താൽ പിന്നെ മാത്സ്. നിങ്ങളെ കുറ്റം പറഞ്ഞില്ല, ഞാനും വിചാരിച്ചത് ഇപ്പൊ പിടിച്ചതിനേക്കാളും വലിയത് മണത്തിലോ എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് മാത്സ് ആയിട്ട് താല്പര്യമില്ല. നോക്കുമ്പോൾ ഞങ്ങള് പഠിക്കുന്ന സമയത്ത് 4 സെമസ്റ്ററിലും മാത്സ് ഉണ്ടായിരുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് 4 സെമസ്റ്ററിലും മാത്സ് ഉണ്ട്. ദൈവം സഹായിച്ചിട്ട് പി ജിക്ക് സ്റ്റാറ്റി ഉണ്ടായിരുന്നില്ല. ഡിഗ്രിക്ക് 4 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് 4 സെമ്മില് മാത്സ് സ്റ്റാറ്റി ഉണ്ടായിരുന്നു. 5 പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റാറ്റി പേപ്പർ മാറിപ്പോയിട്ട് ഞങ്ങൾ റീടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പി ജിക്ക് സ്റ്റാറ്റി ഇല്ല, പക്ഷെ ഇഗ്നോയിലും പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പി ജിയിലും സ്റ്റാറ്റി ഉണ്ട്. അപ്പൊ അതാണ് എന്റെ മനസ്സിലേക്ക് ഓടിയെത്താം മാത്സ്, നിയോ മാത്സ് എന്നുള്ള. Well, with some description in introduction section, the first thing that you may come to your mind is that it is related to numbers. Number related, maths related numbers. Some of you may also feel that it has something to do with the mathematics. Others who have studied statistics before may have a better idea about that. Commerce ഒക്കെ എടുത്തവരാണെങ്കിൽ കൊമേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊമേഴ്സ് ഒക്കെ എടുക്കാറുണ്ട്. In the very first section of this unit, we will try to understand the meaning of the term statistics. അപ്പൊ ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വേർഡും അതിന്റെ മീനിങ് ഒക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. മനസ്സിലേക്ക് ആദ്യം എന്താ സ്റ്റാറ്റിക് മാത്സ് ആണ്. എന്താണ് സ്റ്റാറ്റിക്? The term statistics finds its origin in an Italian term. ഇറ്റാലിയൻ ടേം ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റ എന്ന വാക്കിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക് പറഞ്ഞത്. എന്താണ് സ്റ്റാറ്റിസ്റ്റ? എന്താണ് സ്റ്റാറ്റിസ്റ്റ? That is a person who deal with the state-related affairs and activities. State-related, ഒരു state-related ആയിട്ടുള്ള അഫയേഴ്സും ആക്ടിവിറ്റീസും ചെയ്യുന്ന ആളെ കണക്കുപിള്ളന്നൊക്കെ പറയുന്നത് അതാണ് സ്റ്റാറ്റിസ്റ്റ എന്ന് പറയുന്നത്. It was initially called state arithmetic, in which the information about the nation, for instance, tax-related information and war plans were tabulated. കണ്ടോ, സ്റ്റാറ്റിയുടെ പണ്ട് ചെയ്തിട്ടുള്ളത് വാർ റിലേറ്റഡ് പ്ലാൻസ്, അതുപോലെ തന്നെ ടാക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മളൊരു സ്റ്റേറ്റിന്റെ എന്താ പറയാ ടാക്സ് അങ്ങനെ ആധികാരികമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരാള് ചോദിക്കുന്ന പേരാണ്, പദവിയെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റ. നമ്മൾ ഈ കണക്കപ്പിള്ള എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെ statistics was earlier known for its application to government related activities and data like census. പണ്ടൊക്കെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുള്ള സെൻസസ് പോലെയുള്ള. However, today it is increasingly used in various fields like economics, psychology, education, management and so on. അപ്പോൾ
ടേം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒറിജിൻ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ ടേം ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റയിൽ നിന്നാണ്. അതായത് പേഴ്സൺ ഹു ഡീൽ വിത്ത് സ്റ്റേറ്റ് റിലേറ്റഡ് അഫയേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ്, സ്റ്റേറ്റ് സംബന്ധിച്ച അഫയേഴ്സ് ആക്ടിവിറ്റി ചെയ്യുന്ന ആളെയാണ് ഈ സ്റ്റാറ്റിസ്റ്റ എന്ന് വിളിക്കുക. ആ സ്റ്റാറ്റിസ്റ്റ എന്നുള്ള വേർഡിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുള്ളത്. പണ്ടൊക്കെ സ്റ്റാറ്റ് ഉപയോഗിച്ചിരുന്നത് സ്റ്റേറ്റ് അരിത്തമാറ്റിക് ആയിട്ടാണ്, അതായത് ഒരു നേഷന്റെ ടാക്സ് റിലേറ്റഡ്, അതുപോലെ തന്നെ വാർ പ്ലാൻസ്, അതൊക്കെ ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് ആ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിൽ ഇന്ന് അത് പല ഫീൽഡിലും വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്നുണ്ട്. എക്കണോമിക്സില്, സൈക്കോളജിയില്, എഡ്യൂക്കേഷനില്, മാനേജ്മെന്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? In okay, statistics can be described as a branch or subfield of mathematics that mainly deal with organization as well as analysis and interpretation of group of numbers. അപ്പോൾ നമ്മള് ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. ഈ ഡെഫിനിഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരോൺ ആൻഡ് കോട്സ് 2009 സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സിന്റെ ഒരു സബ്ഫീൽഡ് ആണ്. മെയിൻലി ഡീൽ ചെയ്യുന്നത് ഒരു ഡാറ്റ, ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. നമുക്ക് കുറേ ആളുകളുടെ ഡാറ്റ കിട്ടി, അത് ടേബിൾ ആക്കുക, അല്ലെങ്കിൽ ഡയഗ്രാം ആക്കുക, ഡയഗ്രാം ആക്കുക, ഓർഗനൈസേഷൻ എന്നാ പറയാം. പിന്നെ അത് അനാലിസിസ് ചെയ്യാം, നമ്മളെ വർക്ക്ഔട്ട് ചെയ്യാം, പിന്നെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു മാത്സിന്റെ സബ്ഫീൽഡ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് 2009 പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഏതൊരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലും ഈ ഡെഫിനിഷൻ എഴുതി വെക്കണം. ഈ ഡെഫിനിഷനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. In simple terms, statistics can be described as science of classifying, organizing and analyzing data. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ക്ലാസിഫൈങ്, ഓർഗനൈസിങ്, അനലൈസിങ്. ഇത് പറഞ്ഞിരിക്കുന്നത് തിങ് ആൻഡ് മീനിങ് ആണ് കേട്ടോ. Statistics can also be explained as a science that involves use of scientific and systematic methods in order to analyze numerical data related to phenomena and then draw inferences and conclusions from the same. ഇത് വേണ്ടട്ടോ, നമുക്ക് ഈ രണ്ട് ഡെഫിനിഷൻ തന്നെ ധാരാളം. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സ്റ്റാറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഒരു സയൻസ് ആണ് സ്റ്റാറ്റി. അവിടെ സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഒരു ന്യൂമറിക്കൽ ഡാറ്റനെ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് ആ അനാലിസിസിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻ കണ്ടെത്തുന്നു, അതുപോലെ തന്നെ അനുമാനിക്കുന്നു. ആ കോവിഡ് കാരണം ആളുകൾക്ക് മാനസിക പ്രശ്നമാണ്, ഇനി ഇങ്ങനത്തെ തുടർന്ന് ഇങ്ങനെയൊക്കെ വരും, അനുമാനം. അപ്പൊ അനാലിസിസ് ചെയ്തിട്ടാണ് ഇൻഫറൻസും കൺക്ലൂഷനും ചെയ്യുന്നുണ്ട് സ്റ്റാറ്റി എന്ന സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. Statistics can also be defined as a mathematical science pertaining to collection, analysis, interpretation and presentation of data. പറഞ്ഞ മെയിൻ ആയിട്ട് ക്ലാസിഫൈങ്, ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ ആണ്, അല്ലെങ്കിൽ കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. വീരരാഘവൻ പറഞ്ഞത് എല്ലാ ഡെഫിനിഷനും വേണം. വീരരാഘവനെ ഷഡ്ഗോസ്കറിനും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രൂപ്സിന്റെയും രണ്ടാമത്തതായിട്ടുള്ള നമ്മുടെ കിങ് ആൻഡ് വിനിയത്തിന്റെയും ആ രണ്ട് ഡെഫിനിഷൻ മതി. ഓക്കെ ആണോ? എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? മനസ്സിലായോ? ഇനി നോക്കിക്കേ, ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ആസ് പ്രൊസീജിയർ ദാറ്റ് ഇൻവോൾവ് not only description of data but drawing of inferences as well. കണ്ടോ, ഡാറ്റ ഡിസ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, അനുമാനം കൂടി ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ സ്റ്റാറ്റിലൂടെ ചെയ്യുന്നുണ്ട്. In this regard, it can be mentioned that statistics can be categorized into two main branches. Static രണ്ട് മെയിൻ ബ്രാഞ്ച് ആവുന്നുണ്ട്. അവിടെ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. അത് അടുത്ത യൂണിറ്റ് ലാസ്റ്റ് സെഷൻ ഓഫ് ദിസ് യൂണിറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സ്റ്റാറ്റി രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും രണ്ടാമത്തത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് എന്താണ്, ഇൻഫറൻഷ്യൽ എന്താണ് ഈ ചാപ്റ്ററിന്റെ അവസാനത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. Besides statistics can also be categorized as parametric and non-parametric statistics. Statistics വീണ്ടും തരംതിരിക്കാൻ പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും ആയിട്ട്. അത്
എനിക്ക് തോന്നുന്നു 6ാമത്തെ സെമസ്റ്ററിൽ 108 ഡീറ്റെയിൽ ആയിട്ട് പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും എല്ലാം. അപ്പൊ 4 രീതിയിലാണ്, 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇൻഫറൻഷ്യലും ഡിഫറൻഷ്യലും അത് ഈ ചാപ്റ്ററിൽ തന്നെ. രണ്ടാമത് പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും അത് അടുത്ത വർഷം 108 പഠിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത്, in order to understand the nature of statistics, Mohanty and Misra 2016 highlight the following points. Statistics can be termed as a science in which the facts related to social events are observed, recorded and computed. അതായത് സ്റ്റാറ്റിയുടെ നേച്ചർ ആണ് പറയുന്നത്. നേച്ചർ പറഞ്ഞിരിക്കുന്നത് മോഹൻറ്റി ആൻഡ് മിശ്ര 2016 സ്റ്റാറ്റിയുടെ നേച്ചർ, സ്വഭാവം. അതിൽ ഹൈലൈറ്റിംഗ് ദ ഫോളോയിങ് പോയിന്റ്സ് ആണ്. ഒന്ന്, സ്റ്റാറ്റി ഒരു സയൻസ് ആണ്. അത് സോഷ്യൽ ഇവന്റ്സിന്റെ ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് കണ്ടെത്തുന്നത്. which the facts related to social events and observed social events observed, recorded and computed. എന്നോട് പറയാം, അതായത് ഒരു സ്റ്റാറ്റി ഒരു സയൻസ് ആണ്. സോഷ്യൽ റിലേറ്റഡ് ഇവന്റ്സ്, ഇപ്പൊ ക്ലാസ് റൂമിലെ കുട്ടികളുടെ സ്വഭാവം, ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ സോഷ്യൽ റിലേറ്റഡ് ഇവന്റ്സ് ആണ്. അതായത് ഈ സോഷ്യൽ ഇവന്റ്സ് ഒബ്സർവ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക, ഇതൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സയൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത്. അതായത് സോഷ്യൽ ഇവന്റ്സ് ഒബ്സർവ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, its classification and analysis are the process involved in statistics. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഓർഗനൈസേഷൻ, ക്ലാസിഫിക്കേഷൻ, അനാലിസിസ്, ഇത്രയും പ്രോസസ് ആണ് സ്റ്റാറ്റിയിൽ ഇൻവോൾവ് ആയിട്ട് ഉള്ളത്. Various events and phenomena can be described, explained and compared with the help of statistics. പല പല ഫിനോമിന, ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടികളുടെ സ്വഭാവം, ഇങ്ങനത്തെ പല ഇവന്റുകളും ഫിനോമിനകളും സ്റ്റാറ്റി വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം, കമ്പയർ ചെയ്യാം. The scientific inquiry can be systematically interpreted and predicted with the help of statistics. സയന്റിഫിക് എൻക്വയറി സിസ്റ്റമാറ്റിക്കലി ഇന്റർപ്രറ്റ് ചെയ്യാം. അതായത് പിയർ പ്രഷറും ക്ലാസ് റൂമിലെ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും കുട്ടികളെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. പിന്നെ പ്രഡിക്റ്റ് ചെയ്യാം, ഇത് ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യം. അങ്ങനെ ഇന്റർപ്രിട്ടേഷനും പ്രഡിക്റ്റേഷനും ചെയ്യാൻ വേണ്ടി പറ്റും സ്റ്റാറ്റിയുടെ ഹെൽപ്പോണ്. ആൻഡ് ഇൻ ദിസ് റിഗാർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗും സ്റ്റാറ്റിക്സ് സഹായിക്കുന്നുണ്ട്. With the above explanation, the concept of statistics must be very clear in your mind. But in order to understand the term further, we need to be well aware of the basic concept of statistics. അപ്പൊ അടുത്ത ക്ലാസ്സിലെ ബേസിക് കോൺസെപ്റ്റ് ആയിരിക്കും എടുക്കുക. ഒന്നുകൂടി നേച്ചർ പറയാണ്. മോഹൻറ്റി ആൻഡ് മിശ്രയാണ് 4 നേച്ചറുകൾ. ഒന്ന്, സ്റ്റാറ്റി ഒരു സയൻസ് ആണ്. എന്തുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്നത്? സോഷ്യൽ ഇവന്റ്സ് ഒബ്സർവ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. രണ്ടാമത്തത് സ്റ്റാറ്റിലെ മെയിൻ 3 പ്രോസസ്സ്, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, അത് ക്ലാസിഫൈ ചെയ്യുക, അനാലിസിസ് ചെയ്യുക. മൂന്നാമത്തത് വേരിയസ് ഫിനോമിന, ഇവന്റ്സ് ഒക്കെ സ്റ്റാറ്റി വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം, കമ്പയർ ചെയ്യാം. പിന്നെ ഒരു സയന്റിഫിക് എൻക്വയറി ആയതിനെ കൊണ്ട് തന്നെ ഇന്റർപ്രിട്ടേഷനും പ്രഡിക്ഷനും നടക്കുന്നുണ്ട് സ്റ്റാറ്റി വഴി. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റാറ്റി വഴി നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്ന ഡിസിഷൻ നമുക്ക് ഈ സ്റ്റാറ്റി വഴി ചെയ്യാം. അപ്പൊ ഇന്റർപ്രിട്ടേഷനും പ്രഡിക്ഷനും ഡിസിഷൻ മേക്കിംഗ് കൂടി സ്റ്റാറ്റി വഴി നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് വളരെ ചെറിയൊരു ഏരിയ ആണ്. എന്താണ്? ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ടുണ്ട്. അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡെഫിനിഷൻ എവിടെ നിന്നാണ് പേരുകൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങളും. നേച്ചർ മോഹൻറ്റി ആൻഡ് മിശ്ര 2016 പറഞ്ഞ 4 നേച്ചറാണ്. ഇനി നാളെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ് ആണ് പോപ്പുലേഷൻ, സാമ്പിള്, പാരാമീറ്റർ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്, അങ്ങനത്തെ കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നാളെ നമ്മൾ ലാസ്റ്റ് ഫ്രീ ക്ലാസ് ആണ് എടുക്കാൻ വേണ്ടി. അപ്പൊ ഇന്ന് ഇത്രയും മതി. ഒത്ത ക്ലാസ്സസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ് അടുത്ത സെഷനുമായി നാളെ മോർണിംഗ് നമ്മൾ വീണ്ടും കാണും. അതുവരെ സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.